പ്രിയമുള്ളവരെ നമസ്കാരം. ദ കേരള സ്റ്റോറി എന്ന സിനിമ വലിയ വിവാദമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയാണ് കടന്നുപോയത്. പ്രദർശനത്തിന് പോലും അനുമതി ലഭിക്കാതെ തിയേറ്ററുകൾ വേണ്ടത്ര രീതിയിൽ പ്രദർശിപ്പിക്കാനോ കേരളത്തിലെ പൊതുസമൂഹത്തെ കാണിക്കുവാനോ അനുവദിക്കാതെ ഇവിടുത്തെ പുരോഗമനത്തിന്റെ പേരിലുള്ള ധാരാളം പ്രതിഷേധം ഏറ്റുവാങ്ങിയ ഒരു ചലച്ചിത്രമായിരുന്നു ദ കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറിയുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള ആ സിനിമയുടെ സംവിധായകൻ കൂടിയായിട്ടുള്ള ദി അൺടോൾഡ് കേരള സ്റ്റോറി എന്ന പുസ്തകം രചിച്ച് ഇന്ന് ഇന്റർനാഷണൽ സെന്ററിൽ പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ രചയിതാവും സിനിമയുടെ സംവിധായകനും കൂടിയായിട്ടുള്ള സുദീപ്തോ സെൻ രചിച്ച ദി അൺടോൾഡ് കേരള സ്റ്റോറി. ആ പുസ്തകത്തിന്റെ പ്രകാശനം ബി ജെ പിയുടെ എം പി കൂടിയായിട്ടുള്ള വ്യക്തി നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് അതിന്റെ ആ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ ജിഹാദി പ്രവർത്തനത്തെ കുറിച്ച്, ലവ് ജിഹാദിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവന്നത് ബി ജെ പി അല്ല. ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ലവ് ജിഹാദിനെതിരായിട്ടുള്ള പ്രചരണം ഉണ്ടാകുന്നത് എന്നുള്ളത് കുപ്രചരണമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചതായിട്ടൊക്കെ ഉള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ മീഡിയയിലൂടെ ഒക്കെ പുറത്തു വരുന്നുണ്ട്. ലവ് ജിഹാദിനെതിരായിട്ട് കേരള സ്റ്റോറി വരുമ്പോഴും കേരളത്തിന്റെ ഹിന്ദു സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശത്തോടു കൂടി ഈ സിനിമ പൊതുസമൂഹം കാണണമെന്ന് ആഗ്രഹിക്കുകയും കേരളത്തിന്റെ പൊതുസമൂഹം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ലവ് ജിഹാദിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നുള്ള താല്പര്യത്തിൽ അത് പരമാവധി ആളുകളിലേക്ക് ആ പ്രചരണം എത്തിപ്പിക്കുവാൻ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ നവമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പരിശ്രമിക്കുകയൊക്കെ ചെയ്തു. ഒരു സിനിമയുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിന്റെയും മുഖവുരയില്ലാതെ കേരളത്തിന്റെ ഹൈന്ദവ സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ജിഹാദി ഭീകരത എത്രത്തോളം ആഴത്തട്ടിൽ വരെ അത് പടർന്ന് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും കേരളത്തിൽ എത്രത്തോളം ഇത് ഹിന്ദു കുടുംബങ്ങളെ ശിഥിലമാക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു വിദ്യാർത്ഥിനികളെ എത്രത്തോളം ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയിരിക്കുന്നു എന്നുള്ളതും ഈ ലവ് ജിഹാദിനെതിരായിട്ടുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഓരോ ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കും മനസ്സിലാക്കിയിട്ടുണ്ട്, അവരത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുരോഗമനത്തിന്റെയും മതേതരത്വത്തിന്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തണലിൽ പുരോഗമനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ സനാതന ധർമ്മത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം ശക്തി പ്രാപിക്കുന്നു എന്ന് നാം പൊതുവിൽ പറഞ്ഞു പോകുമ്പോഴും ഇത് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് തരത്തിലാണ് എന്ന യഥാർത്ഥത്തിൽ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അനവധി നടക്കുമ്പോഴും ഹിന്ദു കുടുംബങ്ങളുടെ ഇന്നും അത്തരത്തിൽ ചിന്തിക്കുന്ന ഓരോ ഹിന്ദു ഭവനങ്ങളിലും രക്ഷകർത്താക്കളുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഇതൊക്കെ മറ്റു വീടുകൾ സംഭവിക്കുന്നതാണ്, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് പല വീടുകളും കടന്നു പോകുന്നത്. ഇന്ന് ഞാൻ ഈ വിഷയമെടുത്ത് ഈ വീഡിയോ ചെയ്യാൻ കൂടി കാരണം കൊല്ലം ജില്ലയിലെ ഒരു ലവ് ജിഹാദ് വിഷയം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ പലരും ഷെയർ ചെയ്ത് കാണുകയുണ്ടായി. ഈ ലവ് ജിഹാദ് ഒരു സ്കൂൾ മാനേജർ കൂടിയായിട്ടുള്ള ഒരു രക്ഷകർത്താവിന്റെ മകള് മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു ജിഹാദിക്കൊപ്പം പോവുകയും അതിനുശേഷം പോലീസ് വരുന്ന സമയത്ത് പോലീസിന്റെ നിയമ നടപടികൾക്ക് തയ്യാറാവാതെ ആ വീടിനെ ഒരു കൂട്ടം സംഘടിതമായിട്ടുള്ള SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ
സംഘടിതമായി എത്തിയിട്ട് പോലീസിന്റെ നിയമപരമായിട്ടുള്ള നടപടികളെ തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും അത് പ്രചരിച്ചു കണ്ടു. ആ ഒരു വിഷയം ഇന്ന് പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുൻപ് ആ വിഷയത്തില് ഞാൻ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹിന്ദു ഹെൽപ്പ് ലൈനിന്റെ പ്രവർത്തകർ ബന്ധപ്പെട്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു കുടുംബത്തിന്റെ ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആ വിഷയം വീണ്ടും പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്റെ ശ്രദ്ധയിലേക്ക് വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ ചിലത് മാത്രമാണ് മറനീക്കി പുറത്തു വരുന്നത്. പല വിഷയങ്ങളും തങ്ങളുടെ മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ വാശിക്ക് മുന്നിൽ രക്ഷകർത്താക്കൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത തരത്തില് ഈ ജിഹാദികളുടെ നിലപാടുകളുടെ മുന്നിൽ പതറിപ്പോകുന്ന, അല്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. ഈ കേരളത്തില് നിരവധി ഹൈന്ദവ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകര് അക്ഷീണം ഇതിനെതിരെയൊക്കെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ലവ് ജിഹാദ്, എല്ലാ തരത്തിലുള്ള ജിഹാദുകളും ശക്തമാണ് എന്നിരിക്കലും ലവ് ജിഹാദ് വളരെ ശക്തമായിട്ട് വിജയകരമായിട്ട് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ലവ് ജിഹാദിനെതിരായിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്കെതിരായിട്ട് പറയുമ്പോൾ ഇത് ഏതെങ്കിലും മതത്തിനെതിരായിട്ടാണ്, അല്ലെങ്കിൽ മതവിദ്വേഷമാണ് എന്നുള്ള തരത്തില് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇത് ആ തരത്തില് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ജിഹാദ് എന്ന് പറയുന്നത് വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതാധിഷ്ഠിത ഭൂപ്രദേശത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് സംഘടിതമായിട്ട് നടത്തുന്ന പരിശ്രമമാണ്, അത്തരത്തിലുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ കൂടിയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി കൂടി മുൻപ് പറഞ്ഞിരുന്ന ഒരു പശ്ചാത്തലം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ലവ് ജിഹാദ് ഒരു സമയത്ത് ഈ കേരളത്തിന്റെ മതപരമായിട്ടുള്ള സന്തുലിതാവസ്ഥയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ നടത്തുന്നതാണ് എന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ഇത് മിഥ്യയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം കേരളത്തിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഗതി ഭാരതത്തിലേ ഇല്ല എന്ന് വാദിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ എന്ന് വാദിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളാണ് സഖാവ് VS അച്യുതാനന്ദൻ പോലും മുന്നോട്ട് നയിച്ചു കൊണ്ടുവന്ന പ്രത്യയശാസ്ത്രങ്ങൾ. അപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കീഴിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടത്തുവാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം. കേരളത്തിൽ ഇപ്പോ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളുടെ തണൽ ഇത് കൃത്യമായിട്ട് നടത്താൻ സാധിക്കും, ഇത് കൃത്യമായിട്ട് വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ പ്രധാന തെളിവാണ് അങ്ങ് പ്രയാഗ്രാജില് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഇത്തരത്തിൽ ലവ് ജിഹാദിന്റെ ഇരയായിട്ട് കിട്ടുമ്പോഴും അവിടെ നിന്ന് ജിഹാദിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു കേന്ദ്രം ഏതാണ്, എവിടേക്കാണ് ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് സംരക്ഷിച്ച് തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന തരത്തില് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഭാരതത്തിലൊരു ഭൂപ്രദേശമുണ്ടെങ്കിൽ, ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് കൃത്യമായിട്ട് ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ അത് കേരളത്തിന്റെ ഭരണകൂടം ഒരുക്കുന്ന പച്ച പരവതാനിയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കണം. ഇത് ഇന്ന് BJPയുടെ MP ഉദ്ഘാടനം ചെയ്ത, അല്ലെങ്കിൽ പ്രകാശനം ചെയ്ത അൺടോൾഡ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകമൊക്കെ ഇറങ്ങുമ്പോൾ ആ പുസ്തകമൊക്കെ വായിക്കുന്നവർക്ക് അത് വായിക്കുന്ന സമയത്ത് കേരളത്തിനെ കുറിച്ചുള്ള ഇത്തരത്തിലൊക്കെ നടക്കുന്നു എന്നുള്ള ഒരു ഞെട്ടലും അല്ലെങ്കിൽ ഒരു അതിശയോക്തിയും ഒക്കെ ഉണ്ടാകുമ്പോഴും മലയാളികളായിട്ടുള്ള നാം മനസ്സിലാക്കേണ്ടത്, നാം ജീവിക്കേണ്ട നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ കുടുംബം ഉൾപ്പെടെ, നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ജീവിക്കുന്ന നാട്ടിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ നാടിനെ കുറിച്ച്, എന്റെ വീടിന്റെ പരിസരത്തെ കുറിച്ച്, എന്റെ വീടിനെ കുറിച്ച് ആണ് ഈ പുസ്തകമൊക്കെ ഡൽഹിയിൽ ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്.
അപ്പോ അതുകൊണ്ട് എത്രത്തോളമാണ് ഞാൻ ഇതിൽ ജാഗ്രത പാലിക്കേണ്ടത്, എത്രത്തോളമാണ് ഞാൻ ഇതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടത്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ നാം പ്രതികരിക്കാതെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാതെ മാറി നിന്നാൽ എന്താവും നാളത്തെ തലമുറയുടെ സ്ഥിതി, എന്റെ നാടിന്റെ സ്ഥിതി എന്ന് സ്വാഭാവികമായിട്ടും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നമ്മുടെ പുരോഗമനവാദികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ പറയുകയും പ്രസംഗിക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകൾക്കെതിരെ നിരന്തരമായിട്ട് കേസുകൾ എടുത്ത് അവരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്യ പ്രസ്താവന നടത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് നിയമം കൊണ്ട് നിശബ്ദരാക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് നടന്നു പോകാൻ സാധിക്കുന്നത്ര ദൂരം മാത്രമുള്ള സ്ഥലത്ത് നിന്നാണ് നിമിഷ ഫാത്തിമ സിറിയയിലെത്തിയതെന്നും അവിടുത്തെ തീവ്രവാദി ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി കേരളത്തിൽ നിന്ന് നിരവധി പെൺകുട്ടികൾ പോയതിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് നിന്ന് പോലും ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ISIS പോലുള്ള തീവ്ര ഇസ്ലാമിക് ഭീകര സംഘടനകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളിലേക്ക്, ചാവേർ സംഘങ്ങളിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കേരളത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ ഏജന്റുമാര് അവരുടെ കണ്ണികള് കേരളത്തിൽ ബന്ധം സ്ഥാപിച്ച് കേരളത്തിൽ കൃത്യമായിട്ട് വന്നു പോകുന്നു. അവർക്ക് വേണ്ട ഇവിടെ വന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒരു സർക്കാരിന്റെ മൗനാനുവാദമാണ്, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ആഭ്യന്തര സംവിധാനത്തിന്റെ സമ്പൂർണമായിട്ടുള്ള പരാജയമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കണം. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേവലം ഒരു മിശ്ര വിവാഹം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമുക്ക് കാണാൻ സാധ്യമല്ല. കാരണം സ്നേഹബന്ധത്തിലൂടെ വിവാഹം നടക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ സ്നേഹബന്ധത്തിലൂടെ നടക്കുന്ന വിവാഹം പിന്നീട് അവരുടെ ജീവിതത്തിൽ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും ഭീകര പ്രവർത്തനങ്ങളിലേക്കും അതുപോലെ തന്നെ ദേശവിരുദ്ധതയിലേക്കും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന, മറ്റു സമാജങ്ങൾക്ക് അപകടം ഉണ്ടാക്കുന്ന തരത്തിലേക്കുമൊക്കെ മാറുമ്പോൾ അതിനെ പുരോഗമനമെന്നും അതിനെ മിശ്ര വിവാഹമെന്നും ഒക്കെ പറഞ്ഞ് പരിപോഷിപ്പിക്കാനും അവർക്ക് പൊന്നാട അണിയിക്കുവാനും ഒക്കെ വെമ്പൽ കൊള്ളുന്ന കേരളത്തിന്റെ പുരോഗമന ചിന്താഗതിയെ തള്ളിപ്പറയുവാൻ വേണ്ടിയിട്ട് നാം തയ്യാറാകേണ്ട സാഹചര്യം തന്നെയാണ് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിൽ വളർന്നു വരുന്ന ഈ ജിഹാദികളുടെ വിശുദ്ധ യുദ്ധം എന്നൊക്കെ അവർ പറയുന്ന ഈ മതാധിഷ്ഠിത പ്രദേശം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് നടത്തുന്ന ഈ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരുപക്ഷെ തയ്യാറായില്ലെങ്കിലും നമ്മുടെ പൊതുസമൂഹം തയ്യാറാകണം. അതിനു വേണ്ടിയിട്ട് നാം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഈ വിഷയം പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത്. എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.